വിജയം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കഠിനാധ്വാനത്തോടൊപ്പം പരാജയങ്ങൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടൽ എല്ലാം നേരിടേണ്ടി വരും. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നേടിയിട്ടുള്ള ആരുമില്ല ഈ ലോകത്ത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് പലരും ഒരു നിലയിലെത്തുന്നത്. വിജയിക്കാൻ അത്ര എളുപ്പമല്ല, എന്നാൽ പരാജയപ്പെടാൻ വളരെ എളുപ്പമാണ്. മറ്റുള്ളവരെ പരിഹസിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമാണ് അതിൽ കൂടുതലും ഉൾപ്പെടുന്നവർ. ഒരുപാട് ആളുകൾ പരിഹസിച്ചിട്ടും അതൊന്നും നോക്കാതെ വിജയത്തിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ താരമായിരിക്കുന്നത്. പ്രാചി നിഗം എന്ന 10ാം ക്ലാസ്സുകാരി. ഉത്തർപ്രദേശ് സീതാപൂരിലെ സീതാപാല വിദ്യാമന്ദിർ ഇന്റർ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് പ്രാചി. കഴിഞ്ഞ ദിവസമാണ് UPയിൽ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നതോടെ 600-ൽ 591 മാർക്ക് വാങ്ങിച്ച് 98.5% മാർക്ക് നേടി 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് പ്രാചി നിഗം. ഈ തിളക്കമാർന്ന നേട്ടം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായി. കാരണം ആ മിടുക്കിയുടെ അക്കാദമിക നേട്ടങ്ങളെക്കാൾ അവളുടെ രൂപമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. മുഖത്തെ അമിതമായ രോമവളർച്ച കാരണം ഒരുപാട് ആളുകളുടെ പരിഹാസമാണ് പ്രാചി നിഗം നേരിട്ടത്. എന്നാൽ അതൊന്നും ആ പെൺകുട്ടി വകവെച്ചില്ല. ഒടുവിൽ പരിഹസിച്ചവർക്ക് പ്രാചി തന്നെ മറുപടി നൽകി. പരിഹസിക്കുന്നവർക്ക് അവരുടെ ചിന്താഗതി ഇനിയും തുടരാം. എൻ്റെ വിജയത്തിൽ ഞാൻ സന്തോഷവതിയാണ്. വിജയമാണ് എൻ്റെ ഐഡന്റിറ്റി. പരിഹാസം എന്നെ തളർത്തില്ല. എൻ്റെ ശരീരമോർത്ത് എനിക്ക് ബുദ്ധിമുട്ടില്ലെന്നുമാണ് പ്രാചി ട്രോളർമാർക്കെതിരെ പ്രതികരിച്ചത്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന കാരണത്താലാണ് മുഖത്ത് അമിത രോമവളർച്ചയുണ്ടാകുന്നത്. പുരുഷ ഹോർമോണുകളുടെ ഉയർന്ന അളവുള്ളതിനാൽ സ്ത്രീകളിൽ 5 മുതൽ 10% വരെ ഇത് ബാധിച്ചേക്കാം. 8-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ഇത്തരം അമിത രോമ വളർച്ച സാധാരണമായതിനാൽ അത് മാസങ്ങൾക്കകം ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയുന്നതാണ്. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ നിരവധി ആളുകളാണ് പ്രാചിക്ക് പിന്തുണയുമായി മുന്നോട്ട് വന്നത്. മാത്രമല്ല, സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്ത് സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ RK ധിമാനും രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റുള്ളവരെ പരിഹസിക്കുന്നവർക്കും മറ്റുള്ളവരുടെ വിജയത്തിനു മുന്നിൽ അഹങ്കരിച്ചവർക്കുമുള്ള തക്ക മറുപടിയാണ് പ്രാചിയുടെ ഈ വിജയം.